വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് 10th നവംബർ 2022 നടന്ന SSC CPO എക്സാമിൻ്റെ ഷിഫ്റ്റ് 1 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിൻ്റെ കണ്ടിന്യൂവേഷനാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ അണ്ടർലൈൻ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിൽ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ സിനോണിം അല്ലെങ്കിൽ സിമിലർ മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Their vision was very clear. If Indians were to play a meaningful role in the community of nations, they must be second to none in the application of advanced technologies to their real life problems. അപ്പോൾ അപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് അവിടെ ഓപ്ഷൻ ബി ആണ്. ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മുടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, select the option that can be used as a one-word substitute for the given group of words. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള സെൻറ്റൻസിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വൺ വേർഡാണ് നമുക്ക് ഓപ്ഷനിൽ ചൂസ് ചെയ്തെടുക്കേണ്ടത്. someone who is reserved and shy. അപ്പോൾ ഭയങ്കര ഷൈ ആയിട്ട് അധികം സംസാരിക്കാത്ത ടൈപ്പ് ആളിനെ എന്ത് പറയുന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇൻട്രോവേർട്ടാണ് വരിക. എക്സ്ട്രോവേർട്ട് അതിൻ്റെ ഡയറക്റ്റ്ലി ഓപ്പോസിറ്റാണ് എക്സ്ട്രോവേർട്ട് വരുന്നത്. ഇതുപോലെ ഭയങ്കര ആക്റ്റീവായി എല്ലാവരോടും സംസാരിക്കുന്ന ആളിനെയാണ് എക്സ്ട്രോവേർട്ട് പറയുക. ആ വേർഡിന് തന്നെ സിനോണിമാണ് സോഷ്യലും വരുന്നത്. റിസസീവ് എന്ന് പറയുമ്പോൾ പുറകോട്ട് പോണേനെയാണ് റിസസീവ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് സെൻറ്റൻസ് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു പാർട്സ്. വൺ ഓഫ് ദം മേ കണ്ടെയ്ൻ ആൻ എറർ. സെലക്ട് ദ പാർട്ട് ദാറ്റ് കണ്ടെയ്ൻസ് ദി എറർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻ. ഇഫ് യു ഡോണ്ട് ഫൈൻഡ് എനി എറർ, മാർക്ക് നോ എറർ ആസ് യുവർ ആൻസർ. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിലേതൊരു പാർട്ടിൽ എറർ ഉണ്ട്. ഇനി എങ്ങാനും സെൻറ്റൻസിൽ എറർ ഇല്ലെങ്കിൽ നമ്മളത് നോ എററായിട്ട് മാർക്ക് ചെയ്താൽ മതി. ഹിസ് സെൽഫോൺ ഇസ് ഡിഫറെൻറ്റ് ആൻഡ് കോസ്റ്റ്ലിയർ ദാൻ മൈൻ. നമ്മളിവിടെ കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. കമ്പാരിസൺ ചെയ്യണോണ്ട് ദാൻ യൂസ് ചെയ്യണത് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ രണ്ട് വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഏത് പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ദാൻ ഇതിന് രണ്ടിനും യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. ഡിഫറെൻറ്റിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രമ്മു ആണ്. കോസ്റ്റ്ലിയറിൻ്റെ കൂടെയാണ് ദാൻ വരുന്നത്. അപ്പോൾ നമ്മുടെ എറർ വരുന്നത് ഓപ്ഷൻ ഡിയിലാണ്. അവിടെ വരുമ്പോൾ ഹിസ് സെൽഫോൺ ഇസ് ഡിഫറെൻറ്റ് ഫ്രം ആൻഡ് കോസ്റ്റ്ലിയർ ദാൻ മൈൻ ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഹൈലൈറ്റഡ് വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ സെൻറ്റൻസിൽ ഒരു വേർഡ് ഹൈലൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, ബോൾഡാക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ മീനിങ് ഉള്ളത് സിമിലർ മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹി ഇംപ്യൂട്ട്സ് ഹിസ് എബിലിറ്റി ടു പ്ലേ ഗ്രേറ്റ് ഫുട്ബോൾ ടു ആൻ ഇൻസ്പിറേഷണൽ കോച്ച്. അപ്പോൾ ഇംപ്യൂട്ട്സ് എന്നുള്ള പറയുമ്പോൾ അതിന് ക്രെഡിറ്റ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് മീനിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. ആട്രിബ്യൂട്ട്സ് ആണ് വരിക. കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സംഭാവന കൊടുക്കണതന്നെയാണ്, അതവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. വാലിഡേറ്റ് എന്ന് പറയുമ്പോൾ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യലാണ്. ആംപ്യൂട്ടേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിതുപോലെ മുറിച്ച് മാറ്റി, അതിനെയാണ് ആംപ്യൂട്ടേഷൻ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു സെൻറ്റൻസിൽ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ സിനോണിമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഐഡിയാസ് ആർ പ്രസൻറ്റ് ഇൻ ദ കോൺഷ്യസ്നെസ് വിച്ച് വെൻ റിലീസ്ഡ് ആൻഡ് ഗിവൺ സ്കോപ്പ് ടു ഗ്രോ ആൻഡ് ടേക്ക് ഷേപ്പ് ക്യാൻ ലീഡ് ടു സക്സസ്ഫുൾ ഇവൻറ്റ്സ്. അപ്പോൾ കോൺഷ്യസ്നെസ് എന്നുള്ള വാക്കാണ് നമുക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ട്. അപ്പോൾ ബോധം എന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. അവെയർനെസ് ആണ് അവിടെ വരുന്നത്. ഇഗ്നോറൻസ് എന്ന് പറയുമ്പോൾ അറിവില്ലായ്മയാണ്. അതുതന്നെയാണ് ഈ തോട്ട്ലെസ്നെസ്സും നെഗ്ലിജൻസും ഒക്കെ അതിൻ്റെ സിനോണിംസ് ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി അവെയർനെസ് ആണ്. അറിവ് എന്നുള്ളതാണ് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിലൊരു വേർഡ് നമുക്ക് ഇൻകറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അത് ഏത് വേർഡാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. രാജീവ് ഇസ് നോട്ട് ഓൺലി ആൻ എക്സ്ട്രീംലി റെപ്യൂട്ടഡ് കോണസിയർ ഓഫ് ആർട്ട് ബട്ട് ഓൾസോ എ സക്സസ്ഫുൾ എൻട്രപ്രൂണർ. അപ്പോൾ ഇതിൻ്റെ വരുന്നത് കോണസിയർ എന്നുള്ള വാക്കാണ് നമുക്ക് തെറ്റിച്ച് തന്നിട്ടുള്ളത്. അതിൻ്റെ സ്പെല്ലിങ് വരുന്നത് CONNOISSEUR. കോണസിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ എക്സ്പേർട്ട് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്കൊരു വേർഡ് തന്നിട്ടുണ്ട്. അതിൻ്റെ സിനോണിം അല്ലെങ്കിൽ സിമിലർ മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
അഡിക്റ്റഡ് എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള വാക്ക്. അഡിക്റ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിനോടെങ്കിലുമുള്ള ആസക്തി എന്നുള്ളതാണ്. അപ്പോൾ എന്തിനോടെങ്കിലും ഒരു ഇഷ്ടം കൂടുതൽ ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇൻക്ലൈൻഡ് ആണ് വരുന്നത്. ഡിസ്ഇൻക്ലൈൻഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ്. അൺഅക്കസ്റ്റംഡ് എന്ന് പറയുമ്പോൾ, അക്കസ്റ്റംഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ശീലമായി പോയതാണ്, അപ്പോൾ ശീലമല്ലാത്തതാണ്. എവേർഷൻ എന്ന് പറയുമ്പോൾ ഹെയ്റ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം ബാക്കിയുള്ള എല്ലാതും അഡിക്ഷൻ്റെ ആൻറ്റോണിംസ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. നമുക്ക് ഈ സെൻറ്റൻസിലും ഒരു വേർഡ് നമുക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ സിമിലർ മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. The discovery of treasure under the Bermuda Triangle is probably a hoax. ഹോക്സ് എന്നുള്ളത് തട്ടിപ്പ് എന്നുള്ളതാണ് അവിടെ മീനിങ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, ട്രിക്കാണ് വരേണ്ടത്. അനോളജി എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കമ്പാരിസൺ ചെയ്യുക, അതിൻ്റെ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി വെച്ചിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നതിനാണ് നമ്മൾ അനോളജി പറയുന്നത്. ബൊണാൻസ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരുപാട് പൈസ കൈ വരുന്നതിനാണ് നമ്മൾ ബൊണാൻസ എന്ന് പറയുന്നത്. ഡെല്യൂഷൻ എന്ന് പറയുമ്പോൾ മതിഭ്രമമാണ്. നെക്സ്റ്റ് വൺ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് സെൻറ്റൻസിൽ കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിന് കറക്റ്റ് പറ്റിയൊരു ഓപ്ഷനാണ് നമുക്ക് നമ്മുടെ ആൻസറായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. യു ക്യാൻ ആസ്ക് മിസ്റ്റർ ദിനകർ ഫോർ എനിത്തിങ്, ഹീ വുഡ് ഗിവ് യു ദ ഷർട്ട് ഓഫ് ഹിസ് ബാക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇഡിയമാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് മീനിങ് എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹീ വുഡ് ഗിവ് യു ദ ഷർട്ട് ഓഫ് ഹിസ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജനറസ് ആയിട്ടുള്ള ആൾ, ചോദിച്ചാൽ എന്തും തരുന്ന ആൾ എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്, ഇസ് വില്ലിംഗ് ടു ഡു എനിത്തിങ് ടു ഹെൽപ്പ് അനദർ പേഴ്സൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ അണ്ടർലൈൻ ചെയ്ത് വേർഡ്സ് തന്നിട്ടുണ്ട്. അതിന് പറ്റിയൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് നമുക്ക് ഓപ്ഷൻസ് കണ്ടുപിടിച്ചെടുക്കേണ്ടത്. ദ ഷിപ്പ് സാങ്ക് ബിക്കോസ് ദ എൻജിനീയർ ഹാസ് നോട്ട് കോൾഡ് ഫോർ ഹെൽപ്പ്. ഷിപ്പ് മുങ്ങിയത് എൻജിനീയർ വിളിക്കാത്ത കാരണമാണെന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. അത് ജസ്റ്റ് ഒരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് അവിടെ ഹാസ് അല്ല വരേണ്ടത്. നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, ഡിഡ് നോട്ട് കോൾ ഫോർ ഹെൽപ്പാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. നെക്സ്റ്റ് വൺ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ വേർഡിൻ്റെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫാസിനേറ്റിംഗ് ആണ് നമുക്ക് തന്നിട്ടുള്ള വേർഡ്. ഫാസിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പോൾ നമുക്കതിനോട് ഇഷ്ടം കൂടുതൽ ഉണ്ടെങ്കിലല്ലേ നമുക്കതിനോടൊരു അട്രാക്ഷൻ തോന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, റിപ്പൾസീവ് ആണ് നമ്മുടെ ആൻസർ വരിക. റിപ്പൾസീവ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു ഹെയ്റ്റ്രിഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. അൺഫോർഗെറ്റബിൾ, ടെംപ്റ്റിംഗ്, സെഡക്റ്റീവ് ഇതെല്ലാം ഫാസിനേറ്റിങ്ങിൻ്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ 4 വേർഡുകളിൽ ഒരെണ്ണം സ്പെല്ലിങ് നമുക്ക് മിസ്റ്റേക്ക് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അതേതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഓപ്ഷൻ സി ആണ് നമുക്ക് തെറ്റായിട്ട് തന്നിട്ടുള്ളത്. അതിൻ്റെ സ്പെല്ലിങ് വരുന്നത് CENTENARIAN. സെൻറ്റനേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വയസ്സ് തികഞ്ഞ ഒരാളിനെയാണ് നമ്മൾ സെൻറ്റനേറിയൻ എന്ന് പറയുന്നത്. ലാറ്റിനിൽ സെൻറ്റ് എന്ന് പറഞ്ഞാൽ 100 എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അതിൽ അക്വാട്ടിക് എന്ന് പറയുമ്പോൾ എനിത്തിങ് റിലേറ്റഡ് ടു വാട്ടർ ആണ്. നൊട്ടോറിയസ് നമ്മളിതുപോലെ കുപ്രസിദ്ധനായത് അതിനാണ് നമ്മൾ സാറിന് നൊട്ടോറിയസ് പറയുന്നത്. മെർസനറി പറയുമ്പോൾ എ പേഴ്സൺ ഹൂ ഡസ് എനിത്തിങ് ഫോർ മണിയാണ്. നെക്സ്റ്റ് വൺ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ നമുക്ക് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയൊരു വൺ വേർഡാണ് നമുക്ക് ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കേണ്ടത്. എ ഹാപ്പി ഡെവലപ്മെൻറ്റ് ഓർ ഹാപ്പനിങ് ഓഫ് ഇവൻറ്റ്സ് ബൈ ചാൻസ്. അപ്പോൾ ഹാപ്പി എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇൻസിഡൻറ്റ്, സഡൻലി, ഒക്കറൻസ് എന്നുള്ളതൊക്കെ പറയുമ്പോൾ അത് ഹാപ്പി ആവാം, സാഡ് ആവാം, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഗുഡ് ലക്ക് അല്ലെങ്കിൽ ഗുഡ് ഫോർച്യൂൺ എന്നുള്ളതാണ് വരേണ്ടത്. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സെറൻഡിപ്പിറ്റിയാണ്. സെറൻഡിപ്പിറ്റിയുടെ മീനിങ് വരുന്നത് ഗുഡ് ഫോർച്യൂൺ അല്ലെങ്കിൽ ഗുഡ് ലക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ 4 വാക്കുകളിൽ ഒരു വേർഡ് നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അതേതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ
എക്സ്ട്രാക്റ്റഡ് എന്നുള്ള വാക്കില്ല, അതാണ് നമുക്ക് മിസ്റ്റേക്ക് വരുന്നത്. അവിടെ വരേണ്ടത് എക്സ്ട്രാക്റ്റഡ് മാത്രമേ വരുള്ളൂ. എക്സ്ട്രാക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേർതിരിച്ചെടുക്കുക, അതിനെയാണ് എക്സ്ട്രാക്റ്റഡ് പറയുന്നത്. നെക്സ്റ്റ് വൺ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ ഒരു ബ്ലാങ്ക് തന്നിട്ടുണ്ട്, അതിന് പറ്റിയൊരു ഓപ്ഷനാണ് നമുക്ക് അതിന് ചൂസ് ചെയ്തെടുക്കേണ്ടത്. ജെയിംസ് ബെർണാർഡ് വാസ് അൺഡൗട്ടഡ്ലി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എലക്യൂഷനിസ്റ്റ് ഓഫ് ദ വേൾഡ്. എവ്രി വൺ അഗ്രീഡ് ദാറ്റ് ഹീ പൊസസ്ഡ് ദ ഡാഷ്. അപ്പോൾ നമുക്കിതിൽ 4 ഇഡിയംസ് തന്നിട്ടുണ്ട്, അതിലേതാണ് കറക്റ്റ് മീനിങ് ഉള്ള ഇഡിയം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എലക്യൂഷനിസ്റ്റ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് സ്പീച്ച് പറയുന്ന ഒരാളാണ്. അപ്പോൾ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാൾ എന്നുള്ളതിൻ്റെ കറക്റ്റ് മീനിങ് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഗിഫ്റ്റ് ഓഫ് ഗാബ് ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. യെല്ലോ പ്രസ് എന്നുള്ള പറയുമ്പോൾ നമ്മൾ സെൻസേഷനായിട്ട് ന്യൂസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ യെല്ലോ പ്രസ് എന്നുള്ളത് പറയുന്നത്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ പ്രസ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മാഗസിൻ ന്യൂസ്, അതിനെയാണ് നമ്മൾ സാധാരണ ഫോർത്ത് എസ്റ്റേറ്റ് പറയുന്നത്. കേർട്ടൺ ലെക്ചർ എന്ന് പറയുമ്പോൾ പ്രൈവറ്റായിട്ട് വൈഫ് ഹസ്ബൻഡിനെ സ്കോൾഡ് ചെയ്യുക, അതിനാണ് നമ്മൾ കേർട്ടൺ ലെക്ചർ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പാസേജാണ്. അപ്പോൾ നമ്മൾ ആ പാസേജ് വായിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അത് ആൻസർ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പാസേജ് എന്നുള്ള പറയുമ്പോൾ ബ്ലാക്ക് ഡെത്ത് എന്നുള്ളത് അതൊരു പാൻഡമിക് ആയിരുന്നു. ആ ബ്ലാക്ക് ഡെത്ത് എന്നുള്ള പാൻഡമിക്കിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒറിജിൻ, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ ടോൺ ഓഫ് ദ സ്പീക്കർ? അപ്പോൾ ആ പാസേജിൽ നമ്മുടെ സ്പീക്കറിൻ്റെ ടോൺ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് എക്സ്പ്ലനേറ്ററി മാത്രമാണ് നമ്മളതിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഹ്യൂമറസ് ആയിട്ടോ അല്ലാതെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അങ്ങനെയുള്ള അതോ അതിൻ്റെ കോസസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല കൊടുത്തിരിക്കുന്നത്. എപ്പോൾ വന്നു, അതിൻ്റെ ഒറിജിനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എക്സ്പ്ലനേഷൻ മാത്രമേ അതിലുള്ളൂ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ തീം ഓഫ് ദ പാസേജ്? അപ്പോൾ തീം പറയുമ്പോൾ ഇതുപോലെ ബ്ലാക്ക് ഡെത്തിൻ്റെ ഒറിജിൻ മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. എവിടെ വന്നു, എവിടെ കാണപ്പെട്ടു, എപ്പോൾ വന്നു, ഈ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒറിജിനാണ്. ഇമ്പാക്റ്റും പിറ്റ്ഫോൾ എന്നുള്ള പറയുമ്പോൾ അതുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജസ് അങ്ങനെയുള്ള മാത്രം വരികയാണെങ്കിൽ നമുക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൽ ജസ്റ്റ് എക്സ്പ്ലനേഷൻ മാത്രമാണ് ഒറിജിനെ പറ്റിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പാസേജ് ഡിസ്ക്രൈബ് ബ്ലാക്ക് ഡെത്ത്? അപ്പോൾ ആ ബ്ലാക്ക് ഡെത്തിനെ പറ്റിയിട്ട് പാസേജിൽ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കണേ എന്നുള്ളതാണ്. അതിൽ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക. ദ ഫസ്റ്റ് വേവ് ഓഫ് ദ സെക്കൻഡ് പ്ലേഗ് പാൻഡമിക്. അപ്പോൾ അത് ഫസ്റ്റ് വേവിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, സെലക്ട് ദ സൂട്ടബിൾ വേർഡ് ഗിവൺ ഇൻ ദ പാസേജ് വിച്ച് മീൻസ് ഏരിയാസ് ഓഫ് ലാൻഡ് അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് എ റൂളർ ഓർ സ്റ്റേറ്റ്. അപ്പോൾ റൂളർ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള ഏരിയയാണ് നമ്മൾ സാധാരണ പറയുന്നത് ടെറിട്ടറീസ് എന്നുള്ളതാണ്. കണ്ടംപററീസ് എന്ന് പറയുമ്പോൾ സമകാലികർ എന്നുള്ളതാണ്. പോപ്പുലേഷൻ ആ ഏരിയയിലെ ആൾക്കാർ തന്നെയല്ലേ നമ്മൾ പോപ്പുലേഷൻ പറയണത്. മിസ്റ്ററി എന്നുള്ള പറയുമ്പോൾ നമുക്കിതുപോലെ കണ്ടുപിടിക്കാൻ പറ്റാത്തത്, അതിനാണല്ലോ നമ്മൾ മിസ്റ്ററി പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മേ ബി ദ പ്രോബബിൾ ഒറിജിൻ ഓഫ് ബ്ലാക്ക് ഡെത്ത് അക്കോർഡിംഗ് ടു ദ പാസേജ്? അപ്പോൾ എവിടെയാണത് കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അത് പാസേജിൽ കൊടുത്തിട്ടുണ്ട്. കിർഗിസ്ഥാനാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും ഒരു പാസേജ് തന്നെയാണ്. ആ പാസേജിൽ കുറേ ബ്ലാങ്ക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാണത് നമ്മുടെ ഓപ്ഷൻസിന് നമ്മൾ ആ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യണം. ഓൾ എലിഫൻസ് ഡാഷ് സെവറൽ ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ്, ദ മോസ്റ്റ് നോട്ടബിൾ ഓഫ് വിച്ച് ഇസ് എ ലോങ് ട്രങ്ക് ഓർ പ്രൊബോസിസ്. അപ്പോൾ ഓൾ എലിഫൻസ്, എല്ലാ എലിഫൻസിനും അത് ഉണ്ട് എന്നുള്ളതാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്, ഹാവ് ആണ് വരേണ്ടത്. ഒന്നാമത്തെ കാര്യം എലിഫൻസ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ പ്ലൂറലായിട്ടേ വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഹാസ് യൂസ് ചെയ്യാൻ പറ്റില്ല. വിൽ ഹാവ് എന്നുള്ള പറയുമ്പോൾ ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്നുള്ളതാണ്, അതുകൊണ്ട് അതും യൂസ് ചെയ്യാൻ പറ്റില്ല. ഹാവ് ആണ് നമ്മുടെ ആൻസർ വരിക. ഹാഡ് പാസ്റ്റ് ആണ്, അതുകൊണ്ട് ഹാഡും യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, യൂസ്ഡ് ഫോർ മെനി ഡാഷ് പെർട്ടിക്കുലർലി ബ്രീത്തിങ്, ലിഫ്റ്റിംഗ് വാട്ടർ ആൻഡ് ഗ്രാസ്പിംഗ് ഒബ്ജക്ട്സ്. അപ്പോൾ ട്രങ്ക് അല്ലെങ്കിൽ പ്രൊബോസിസിൻ്റെ യൂസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പല പല യൂസസ് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് അവിടെ ഓപ്ഷൻ ഡി ആണ്, പർപ്പസ് ആണ് നമുക്ക് ആൻസർ വരുന്നത്.
നെക്സ്റ്റ് വൺ, their incisors grow dash tusk which can serve as weapons and as tools for moving objects and digging. അപ്പോൾ അവരുടെ ഇൻസിസർ ടീത്ത് ആണ് അവരുടെ കൊമ്പുകളായിട്ട് മാറുന്നത്. അപ്പോൾ അത് ഒരു സാധനം, ഒരു വസ്തു മറ്റൊരു വസ്തുവായിട്ട് മാറുമ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഇൻറ്റു ആയിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഇൻറ്റു ആണ്. Next one, elephants' large ear flaps help to control their body temperature. Their pillar-like legs dash carry their great weight. അപ്പോൾ അവരുടെ പില്ലർ പോലെയുള്ള കാലുകൾ അവരുടെ വെയിറ്റ് താങ്ങാൻ പറ്റും എന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ അവിടെ വരേണ്ടത് ക്യാൻ ആണ് വരുന്നത്. അവിടെ ഷുഡും വുഡും ഒന്നുമല്ല, ക്യാൻ, പറ്റും എന്നുള്ളതാണ് വരുന്നത്. അതുകൊണ്ട് ക്യാൻ ആണ് നമ്മൾ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, അതർ ത്രെറ്റ്സ് ടു ഡാഷ് എലിഫൻറ്റ്സ് ഇൻക്ലൂഡ് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ ആൻഡ് കോൺഫ്ലിക്ട്സ് വിത്ത് ലോക്കൽ പീപ്പിൾ. എലിഫൻറ്റ്സ് എന്ന് പറയുമ്പോൾ എവിടെ കാണുന്നതാണ്? വൈൽഡിൽ കാണുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് അവിടെ ആൻസർ എ ആണ്, ഓപ്ഷൻ എ ആണ് വരിക. വൈൽഡാണ് നമ്മുടെ ആൻസർ വരിക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഷിഫ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.